ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉത്തർപ്രദേശും ഉത്തരാഖണ്ഡും സന്ദർശിക്കും. സന്ദർശനവേളയിൽ നാളെ വാരാണസിയിൽ മൌറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര രാംഗൂലത്തിനെ ശ്രീ മോദി സ്വീകരിക്കും. ഇരു രാജ്യങ്ങളും തമ്മിൽ ആരോഗ്യം, വിദ്യാഭ്യാസം, ശാസ്ത്ര സാങ്കേതികവിദ്യ, ഊർജ്ജം, അടിസ്ഥാന സൌകര്യങ്ങൾ തുടങ്ങിയ മേഖലകളിലെ സഹകരണം വികസിപ്പിക്കുന്നത് സംബന്ധിച്ച് പ്രധാനമന്ത്രിമാർ ചർച്ച ചെയ്യും. വൈകുന്നേരം ഡെറാഡൂണിലേക്ക് പോകുന്ന ശ്രീ മോദി ഉത്തരാഖണ്ഡിലെ വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിൽ വ്യോമ നിരീക്ഷണം നടത്തും. യുവജന പ്രക്ഷോഭം ശക്തമായ നേപ്പാളിൽ ഏർപ്പെടുത്തിയ കർഫ്യൂ നാളെ രാവിലെ 6 മണിവരെ നീട്ടി. പ്രതിഷേധത്തിനിടെ അക്രമ സംഭവങ്ങൾ ഉണ്ടായതിനെ തുടർന്നാണ് നടപടി. സ്ഥിതിഗതികൾ വിശകലനം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ അറിയിപ്പ് നൽകും. അത്യാവശ്യ ജോലികൾക്കല്ലാതെ ആരും വീട് വിട്ട് പുറത്തിറങ്ങരുതെന്ന് നേപ്പാളി സൈന്യം അഭ്യർത്ഥിച്ചു. സംഘർഷ സാഹചര്യം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ നേപ്പാളിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് ഇന്ത്യൻ പൌരന്മാർക്ക് വിദേശകാര്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ഇന്ത്യ നേപ്പാൾ അതിർത്തിയിൽ സുരക്ഷയും ശക്തമാക്കിയിട്ടുണ്ട്. നേപ്പാളിലെ പൊക്കാറയിൽ കുടുങ്ങിക്കിടക്കുന്ന കേരളത്തിൽ നിന്നുള്ള വിനോദസഞ്ചാരികളെ സുരക്ഷിതമായി എത്തിക്കാൻ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന് കത്തയച്ചു. കേരള സർക്കാർ പൂർണ്ണ സഹകരണം ഉറപ്പു നൽകുന്നതായി കേന്ദ്രമന്ത്രിയെ അറിയിച്ചെന്ന് മുഖ്യമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇമിഗ്രേഷൻ ക്ലിയറൻസ് പ്രക്രിയ വേഗത്തിലാക്കുന്ന ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ ട്രസ്റ്റഡ് ട്രാവലർ പ്രോഗ്രാം കേന്ദ്രമന്ത്രി അമിത് ഷാ നാളെ വെർച്വലായി ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ബ്യൂറോ ഓഫ് ഇമിഗ്രേഷനാണ് ഇത് നടപ്പിലാക്കുന്നത്. ഇതോടെ യാത്രക്കാർക്ക് ഇമിഗ്രേഷൻ ക്ലിയറൻസ് പ്രക്രിയ സുഗമമാകും. ഒരു സ്കൂളിന്റെ വളർച്ചയുടെയും തളർച്ചയുടെയും ഉത്തരവാദിത്തം അധ്യാപകർക്കാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഓരോ വിദ്യാർത്ഥിയുടെയും ഭാവിയുടെ കാര്യത്തിൽ അധ്യാപകർക്ക് രക്ഷിതാക്കളെപ്പോലെ ഉത്തരവാദിത്തമുണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം ടാഗോർ ഹാളിൽ അധ്യാപക അവാർഡ് വിതരണം ചെയ്യുകയായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി. സംസ്ഥാനത്ത് 2 പേർക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്തു. മലപ്പുറം സ്വദേശിയായ 10 വയസ്സുള്ള കുട്ടിക്കും കോഴിക്കോട് സ്വദേശിക്കുമാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത്. നിലവിൽ 11 പേരാണ് ചികിത്സയിലുള്ളത്. കേരള മീഡിയ അക്കാദമിയുടെ രാജ്യാന്തര മാധ്യമോത്സവം ഈ മാസം 30 മുതൽ ഒക്ടോബർ 2 വരെ തിരുവനന്തപുരത്ത് നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ യുവ ക്രിക്കറ്റ് പ്രതിഭകളെ കണ്ടെത്തി അവസരങ്ങൾ നൽകുന്നതിന് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പ്രഥമ ജൂനിയർ ക്ലബ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നു. ത്രിദിന ക്രിക്കറ്റ് രീതിയിലാണ് മത്സരങ്ങൾ. സെപ്റ്റംബർ 12 ആരംഭിച്ച് എല്ലാ വാരാന്ത്യങ്ങളിലും നടക്കുന്ന ടൂർണമെന്റ് ഒക്ടോബർ 19 അവസാനിക്കും. ചൈനയിൽ നടക്കുന്ന വനിതാ ഏഷ്യ കപ്പ് ഹോക്കിയിൽ ദക്ഷിണ കൊറിയയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് ജയം. സൂപ്പർ 4ലെ ആദ്യ മത്സരത്തിൽ 2-നെതിരെ 4 ഗോളുകൾക്കാണ് ഇന്ത്യ ജയിച്ചത്. നാളെ ചൈനയ്ക്കെതിരെയാണ് ഇന്ത്യയുടെ അടുത്ത മത്സരം. ഏഷ്യ കപ്പ് 2020 ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്കെതിരെ UAEയുടെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. ടോസ് നേടിയ ഇന്ത്യ UAEയെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ UAE 8 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 48 റൺ നേടിയിട്ടുണ്ട്. കോഴിക്കോട് എലത്തൂർ സ്വദേശി KT വിജിലിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് സരോവരം തണ്ണീർത്തടത്തിൽ നടത്തിയ തിരച്ചിലിൽ പോലീസ് ഒരു ഷൂ കണ്ടെത്തി. ചതുപ്പിൽ നിന്ന് കണ്ടെത്തിയ ഷൂ വിജിലിന്റേതാണെന്ന് കേസിൽ അറസ്റ്റിലായ പ്രതികൾ തിരിച്ചറിഞ്ഞു. കൊല്ലം ജില്ല കേന്ദ്രീകരിച്ച് അഴിമുഖങ്ങളിൽ നിന്ന് ഉച്ചയ്ക്ക് 12 മുതൽ രാത്രി 12 വരെ മത്സ്യബന്ധന ബോട്ടുകൾ കടലിലേക്ക് പോകുന്നതിന് നാളെ മുതൽ ഈ മാസം 30 വരെ വിലക്കേർപ്പെടുത്താൻ തീരുമാനം. കടലിൽ രാത്രികാലങ്ങളിൽ നിയമവിരുദ്ധ മത്സ്യബന്ധന രീതികൾ വ്യാപകമാണെന്ന പരാതികളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 323 പോയിന്റ് ഉയർന്ന് 81,425-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 104 പോയിന്റ് നേട്ടത്തിൽ 24,973-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കൂടി. പവന് 160 രൂപ വർദ്ധിച്ച് 81,040 രൂപയും ഗ്രാമിന് 10,130 രൂപയുമാണ് ഇന്നത്തെ വില. ദേശീയപാത 544-ൽ തൃശൂർ പാലിയക്കര ടോൾ പ്ലാസയിലെ ടോൾ പിരിവ് വീണ്ടും നിർത്തിവെച്ച് കേരള ഹൈക്കോടതി. ടോൾ പ്ലാസയ്ക്ക് സമീപം മണ്ണുത്തി ഇടപ്പള്ളി പാതയിൽ 12 മണിക്കൂർ നീണ്ട ഗതാഗത കുരുക്കിനെ തുടർന്നാണ് ടോൾ നിർത്തിവെക്കാനുള്ള പ്രാരംഭ ഉത്തരവ് കോടതി പുറപ്പെടുവിച്ചത്. കോടതിയുടെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച ഇടക്കാല ഗതാഗത മാനേജ്മെന്റ് കമ്മിറ്റി ചൂണ്ടിക്കാണിച്ച പ്രശ്നങ്ങൾ സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ദേശീയപാത അതോറിറ്റിയോട് നിർദ്ദേശിച്ചു. റിപ്പോർട്ട് ജില്ലാ കളക്ടർ പരിശോധിക്കുന്നതുവരെ ടോൾ പിരിവ് താൽക്കാലികമായി നിർത്തിവെക്കുന്നത് തുടരും. ഓണവിപണിയിലൂടെ കുടുംബശ്രീ സംരംഭകരും കൂട്ടുത്തരവാദിത്ത കൃഷി സംഘങ്ങളും 40.44 കോടി രൂപ വരുമാനം നേടിയതായി മന്ത്രി MB രാജേഷ്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.